ഹായ്, ഞാൻ ലൈജു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിത പങ്കാളിയുടെ കൂട്ടുകാരെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ ദാമ്പത്യ ജീവിതവും മുന്നോട്ട് പോകുന്നത്. അതൊരു 100-ൽ ഒരു 50% അതിലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇപ്പം നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകുന്ന ഒരു കുടുംബനാഥനാണെങ്കിൽ പുള്ളി ഭാര്യയുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നല്ല പക്കയാണ്. പുള്ളി വല്ല കാലത്തും ഒരു ശകലം സ്മോൾ വല്ലതും അടിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക്, അല്ലെ അവരുടെ ഒരു ജീവിതത്തിലേക്ക് ഒരു തലതെറിച്ച ഒരു ഫ്രണ്ട്സ് കയറി വരികയെന്ന് വിചാരിച്ചു. തലതെറിച്ചെന്ന് വിചാരിച്ചാൽ മദ്യപാനമുണ്ട്, പണിക്ക് പോകത്തില്ല, എപ്പോഴും വീട്ടിൽ അലമ്പും വഴക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരാൾ ഈ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുമ്പോൾ ഇതിൽ പകുതി ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. ഇവർ തമ്മിലുള്ള നിരന്തരം അടുപ്പം കൊണ്ട് ഏറെക്കുറെ ഈ പുള്ളിയുടെ അതേ സ്വഭാവം ഈ നല്ല മനുഷ്യനിലേക്കും കിട്ടും. കാരണം എപ്പം കൂടിയെന്ന് പറഞ്ഞാലും ഇവർ തമ്മിൽ ഒരു സംസാര വിഷയം ഉണ്ടാവും. സംസാരിക്കുമല്ലോ, എൻ്റെ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അല്ല എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, അങ്ങനെ ആയിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റേ പുള്ളി ഇരുന്നുകൊണ്ട് നിരുത്സാഹപ്പെടുത്തും. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അല്ലെ നീ എന്തിനാ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കാൻ നിൽക്കുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുടുംബം എന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ നല്ല മനുഷ്യൻ ചിന്തിക്കും, നേരാണല്ലോ, ഞാനെന്തിനാ ഇങ്ങനെ ഇങ്ങോട്ടും ഇറങ്ങാതെ എൻ്റെ കുടുംബമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നേ? അന്നേരം ഇപ്പം എന്ത് ചെയ്യും? ഭാര്യയുമായിട്ട് ഉടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇങ്ങനെ 24 മണിക്കൂറും ഇരുന്ന് കൂട്ടുകൂടുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയും എടുക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പം എനിക്കും അങ്ങനെ ആവണം എന്നുള്ളൊരു ചിന്ത വരും. അതിനാണ് പറയുന്നത് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത്. നല്ല ചെങ്ങാതിമാരാണെങ്കിൽ ഒരു വിഷയമില്ല, ഏതേലും ഒരെണ്ണം മതി, തെറിച്ചതൊരെണ്ണം മതി നമ്മുടെ ജീവിതവും പാളിപ്പോവാൻ. അതുപോലെ തന്നെയാണ് ഭാര്യയ്ക്കും. ഇപ്പോൾ ഭാര്യനെ അപേക്ഷിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ അവൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും, അമ്മയുടെ അപ്പൻ്റെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഭർത്താവിൻ്റെ പെങ്ങന്മാരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ വരുമ്പോഴത്തേന് അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ സന്തോഷമോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ആ സ്ത്രീക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു എന്താ പറയുക, ഇതൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരെണ്ണം, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉടക്കി പിരിഞ്ഞ് വേറെ താമസിക്കുന്നതോ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഇങ്ങനെ കുടുംബവും കുട്ടികളും ആ ഒരു രീതിയിലൊന്നും നോക്കി തന്നിഷ്ടപ്രകാരം നടക്കുന്നതുമായ ഉണ്ടല്ലോ, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ ജീവിതങ്ങളെ നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഉള്ള ഒരാൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്തെല്ലാം പറയും, നീ എന്തിനാ ഇത്രയും പണി മുഴുവൻ ചെയ്യുന്നേ? അല്ലെങ്കിൽ നീ എന്തിനാ നാത്തൂൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അല്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ കൊണ്ടുവന്നത് കൊണ്ട് നീ എന്തിനാ നാത്തൂനെ കൊടുക്കുന്നത്? അവർക്കെല്ലാം കൊടുത്തതല്ലേ, ബന്ധുക്കാർ വരുമ്പോൾ നീ എന്തിനാ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അങ്ങനെ ഈ പറഞ്ഞ പോലെ ആ നല്ല ഭർത്താവിനോട് മറ്റേ കൂട്ടുകാരൻ പറയുന്ന പോലെ ഈ പെണ്ണിനെ നിരന്തരം പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ വേറെ വല്ല പണിയും പോയി നോക്കി, ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് കാലം കഴിക്കാൻ. അങ്ങനെ പറഞ്ഞ് ആ പെണ്ണിനെ ഒരു വല്ലാത്തൊരു രീതിയിലെത്തിക്കും. അപ്പം ഇത് കേൾക്കുമ്പം കുറച്ചായി കഴിയുമ്പം നമുക്കും തോന്നും, സ്വാഭാവികമായിട്ടും നമുക്കും തോന്നും, നേരാ ഈ ബന്ധുക്കാർ വരുമ്പോൾ ഞാൻ എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? എനിക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? പിന്നെ അവൾ നാത്തൂന് കൊടുത്തു വിട്ടല്ലേ, പിന്നെ ഞാനെന്തിനാ പുള്ളിക്കാരനോട് പറഞ്ഞ് എനിക്കതുകൂടെ സമ്പാദിച്ച് വയ്ക്കത്തില്ലേ? അല്ലെ അപ്പനും അമ്മയ്ക്കും ഇപ്പോൾ ആവതുണ്ടല്ലോ, അവരവരുടെ കാര്യം ചെയ്താൽ പോരെ, ഞാനെന്തിനാ ചെയ്തു കൊടുക്കുന്നത്? അപ്പം എന്തെന്ന് വിചാരിച്ചാൽ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കയിലോട്ട് തീരും. അതേസമയം ഒരു നല്ല ഒരാളാണ് ഈ സ്ത്രീയുടെയും ജീവിതത്തിൽ കൂട്ടുകാരിയായി വരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഈ സാഹചര്യമല്ല, ആ പെണ്ണ് നല്ല രീതിയിൽ കഷ്ടപ്പാടും പ്രയാസവും സഹിച്ചാണ് വീട്ടിൽ ജീവിക്കുന്നതെങ്കിൽ ഈ നല്ല സ്ത്രീ പറഞ്ഞു കൊടുക്കും, മോളെ പോട്ടെ, നമ്മൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, നമ്മളത് ജീവിതം ആസ്വദിക്കുക, നീ ഇതിപ്പോൾ ഒന്നും ചിന്തിക്കണ്ട, നമുക്ക് നല്ല കാലം ദൈവം തരും,
അല്ലെങ്കിൽ നീ നീ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക, നമ്മളുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെ ഭർത്താവിന് മാറ്റം വരും, അല്ലെ അമ്മായിയമ്മയ്ക്കോ അമ്മായിയപ്പനോ മാറ്റം വരും, നാത്തൂന്മാർ നമ്മളോട് സ്നേഹം കാട്ടും. ഞാനിതൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു, ഞാൻ അനുഭവിക്കുന്ന കണ്ടില്ലേ, നീ അതിൻ്റെ നാലിലൊന്നുപോലും അനുഭവിക്കുന്നില്ലല്ലോ, നീ അങ്ങ് ക്ഷമിക്ക്. ഇങ്ങനെ കുറേ പ്രാവശ്യം പറയുമ്പം എത്ര വലിയ മനസ്സിൽ ദേഷ്യവും ഇതും ഉണ്ടെങ്കിലും നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് അത് നിരന്തരമായി തരുന്ന ഒരിതുണ്ട്, ഒരു സപ്പോർട്ട്. അത് കേൾക്കുമ്പം നേരാ, ഞാൻ അനുഭവിക്കുന്ന എത്രയോ നിസ്സാരമാണ്. അല്ലെങ്കിൽ ആ ചേച്ചിയുടെ അനുഭവം എത്രത്തോളം ഉണ്ട്, ആ ചേച്ചി പിടിച്ച് നിൽക്കുന്നില്ലേ, ആ ചേച്ചിയുടെ കുടുംബം മുന്നോട്ട് പോകുന്നില്ലേ, ഞാനിതെല്ലാം ഇട്ടെറിഞ്ഞ് പോയിട്ട് ഞാൻ എവിടെ ചെല്ലും? എൻ്റെ അപ്പനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരാളുടെ കൂടെ ഇറക്കി വിട്ടത്. അപ്പോൾ ഞാൻ അത് കണ്ട് ജീവിക്കണ്ടേ? അവർക്ക് സങ്കടമാകത്തില്ലേ? പോട്ടെ, എല്ലാം പോട്ടെ, ഞാനങ്ങ് ക്ഷമിക്കാം, ഞാൻ ക്ഷമിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. അതായത് ഈ ആളുടെ നല്ല കൂട്ടുകാരിയുടെ പ്രേരണ കൊണ്ട് നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന രീതിയിൽ നമ്മളുടെ കൂടെ കൂടുന്ന ആൾക്കാരുടെ രീതി അനുസരിച്ചാവും നമ്മളുടെ ജീവിതവും മുന്നോട്ട് പോവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനാണ് ഞാൻ ഈ ഭാര്യേനെയും ഭർത്താവിനെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലായാലും അല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിലായാലും നമുക്കൊരു ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ലതല്ലേ വിട്ടേക്കുക. പിന്നെ ഒന്നും പറയാനേ നിൽക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾക്ക് മനസ്സിൽ ഉചിതം എന്താണോ നമ്മളത് തിരഞ്ഞെടുക്കുക. ഇപ്പം ഈ പറഞ്ഞ പോലെ കുടുംബം സമാധാനപരമായി പോകാനായിട്ട്. സുഹൃത്തുക്കൾ മോശമായാൽ നമ്മുടെ ജീവിതവും മോശപ്പെടും. അതുകൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളുടെ കുടുംബത്ത് ഒരു ആത്മീയ ചൈതന്യവും നല്ല സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.